എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോ ഒരു നിറപുത്തിരിയുടെ വീഡിയോ ആണ്. അതായത് പാലക്കാടൻ ഗ്രാമങ്ങളിൽ കർഷക കുടുംബങ്ങളിൽ പണ്ടുകാലത്ത് നടന്ന ഒരു ആചാരമാണ്. എൻ്റെ വീട്ടിൽ തന്നെ നടന്ന ആചാരമാണ് ഞാനിവിടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പായസം ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ഗ്ലാസ് നുറുക്കരി, അതായത് മട്ട അരിയുടെ നുറുക്കരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കണം. ഞാൻ 4 വലിയ അച്ച് ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലെ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അത് അതിൻ്റെ അടിയിൽ കുറച്ച് കല്ലും മണ്ണൊക്കെ ഉണ്ട്. ആ പാത്രം ഞാൻ ഒന്നുകൂടി കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ ഇരിക്കണം. നല്ലതുപോലെ വേവേണ്ട ആവശ്യമില്ല. നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പായസത്തിൻ്റെ അതേ ഒരു പരുവത്തിലാണ് വേണ്ടത്. ആ കഴുകിയെടുത്ത പാത്രത്തിലേക്ക് ആ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരയും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുക ചെറിയ പുത്തിരി ഊണ് എന്നാണ് പറയുക. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ നിറപുത്തിരിയുടെ ആഘോഷങ്ങളാണ്. അപ്പോൾ ഈ ശർക്കര നല്ലപോലെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഈ അരി പുതിയ നെല്ലിൻ്റെ അരി തന്നെയാണ് ഈ പായസം എടുക്കണമെന്നാണ് നമ്മുടെ ആചാരങ്ങളിലുള്ളത്. അപ്പോൾ ശർക്കര നല്ലതുപോലെ ഒന്ന് കുറുകി എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ചുരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ചെറിയ പുത്തിരി ഊണുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് പറയണേ. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്ന അതേ ഇതാണ് ഞാനിവിടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് വീഡിയോയിലൂടെ. ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് നമ്മളെ പായസം ഇവിടെ റെഡിയായി. ഇനി അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഇനി അതിലേക്ക് വേണ്ട നമ്മളൊരു അവിലെടുത്തിട്ടുണ്ട്. ഈ അവിലും പുതിയ നെല്ലിൻ്റെ അവിലായിരിക്കണം. ഇനി നമ്മളൊരു ടേബിളിലോ അല്ലെങ്കിൽ പായയിലോ ഇതുപോലൊരു നിലവിളക്ക്, പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോയിൽ വെച്ച് നിലവിളക്ക് കൊളുത്തി ചന്ദനത്തിരി എല്ലാം കത്തിച്ച് ഒരു നാഗല നല്ലപോലെ വൃത്തിയാക്കി അതിലിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ തുളസി ഇല നിർബന്ധമായിട്ട് ഇടണം. കുറച്ച് വീട്ടിൽ കിട്ടുന്ന പുഷ്പങ്ങളും വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ പായസം ആദ്യം വിളമ്പി കൊടുക്കും. നല്ലൊരു രസകരമായ ഒരു ചടങ്ങാണ്. പഴയ കാലത്തൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെയാണ് ഇത് ചെയ്യാറ്. ഈ പായസത്തിലേക്ക് നമ്മൾ പുതിയ നെല്ലിൻ്റെ അവിലും കൂടി ചേർത്ത് ഒരു വശത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് ഒരു തുളസിൻ്റെ ഇലയൊക്കെ നമ്മളതിൽ കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ അമ്പലത്തിലെ പായസത്തിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ പുതിയ നെല്ലിൻ്റെ അരി വെച്ച് വലിയ പുത്തിരി എന്ന് പറഞ്ഞു. അതോടുകൂടി നമ്മളെ പുതിയ നെല്ലിൻ്റെ അരികൾ ഉപയോഗിക്കാമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഈ കുഴച്ചെടുത്ത ഉരുളകൾ എങ്ങനെയാണ് കഴിക്കുന്നത് വെച്ചാൽ നമ്മൾ നിലവിളക്ക് തിരി നേരെ നിന്ന് തീരെ ആടാതെ അസയാതെ സ്ട്രൈറ്റായിട്ട് നിൽക്കുമ്പോഴാണ് കഴിക്കേണ്ടത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉടനെ വായിൽ കഴിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഓരോ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഇങ്ങനെ വായിലേക്ക് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തിരി നിന്ന് കത്തണം. അങ്ങനെ കത്തുന്നവർക്ക് അന്നത്തിന് മുട്ടുവരില്ല എന്നാണ് വിശ്വാസം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇല്ലം നിറ വല്ലം നിറ എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മുടെ വീടും പത്തായും നിറയും എന്നാണ് മറ്റൊരു വിശ്വാസം. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.